തൃശൂർ പൂരവും തൃപ്പൂണിത്തറ ശ്രീപൂർണത്രയ വൃശ്ചികോത്സവവും കൊടുങ്ങല്ലൂർ ഭരണിയും ആറ്റുകാൽ പൊങ്കാലയും ഗുരുവായൂർ ഏകാദശിയും വൈക്കത്തഷ്ടമിയും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആറാട്ടുപുഴ പൂരം പോലെ ഒരുപാട് പ്രസിദ്ധമായ ഉത്സവങ്ങളുള്ള ഈ കേരളത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന അനവധി ഉത്സവങ്ങളുണ്ട്. അതിലൊന്നാണ് ക്ണാച്ചേരി വനദുർഗ ക്ഷേത്രം. ആനകൾ വിഹരിക്കുന്ന കൊടുങ്കാട്ടിലെ 2000-ഓളം വർഷം പഴക്കമുള്ള വനദുർഗ ക്ഷേത്രം വേറെ എവിടെയുമല്ല, എറണാകുളം ജില്ലയിൽ തന്നെയാണ്. മാമലക്കണ്ടം കാണാൻ ഒരുപാട് പേർ പോകുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്രം പലരും അറിയാതെ കടന്നു പോകുന്നു. ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ഈ വഴിയിൽ കൂടെ പുഴ കടന്ന് കാട്ടിലൂടെയുള്ള ഈ യാത്ര തരുന്ന ഒരു അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ആനയെ ഗണപതിയായി സങ്കല്പിച്ച് നടക്കിരുത്തി പൂജിക്കുന്ന ക്ഷേത്രമെന്ന പ്രത്യേകത മാത്രമല്ല ഈ ക്ഷേത്രത്തിനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ വിറക്, മുള, ഈറ്റ മുതലായവ എടുക്കാൻ വന്നിരുന്ന ആദിവാസികൾ കണ്ടെത്തി വച്ചാരാധിച്ചു പോന്നിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിൽ ആയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അന്ന് ആദിവാസികൾ വെച്ചാരാധിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഈ ക്ഷേത്രത്തിൽ അധികാരം കൊടുത്തിട്ടുണ്ട്. ആദിവാസികളുടെ ഉത്സവം കഴിഞ്ഞാണ് അമ്പലത്തിൽ ഉത്സവം നടത്താറുള്ളൂ. ആദിവാസികളുടെ ആചാരങ്ങളും അവരുടെ നൃത്തത്തിലൂടെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇത്രയും ദൂരം നൃത്തം ചെയ്ത് ഇവിടം മുതൽ 3-4 കിലോമീറ്ററാണ് നൃത്തം ചെയ്ത് വരുന്നത്. താളത്തിനനുസരിച്ച് നൃത്തം ചവിട്ടി കാട്ടരുവിയും കടന്ന് ക്ഷേത്രം എത്തുന്നതിന് മുമ്പുള്ള ഈ പാറയിൽ അവർ യാത്ര നിർത്തുന്നു. അവിടെ അവരുടെ നൃത്തം തുടരുന്നു. പിന്നീട് ഭക്ഷണം കഴിക്കുവാനായി അരുവിയുടെ അടുത്തേക്ക് നീങ്ങുന്നു. കാരണം അവർ ആ പാറയെയും ക്ഷേത്ര പരിസരത്തെയും ദിവ്യമായാണ് കാണുന്നത്. കാട്ടുകിഴങ്ങാണ് പ്രധാന ഭക്ഷണം. ഇതും പിന്നെ ഇവിടെ തന്നെ അവർ ഉണ്ടാക്കുന്ന പായസവുമാണ് അന്നത്തെ അമ്പലത്തിലെ നിവേദ്യം. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമ്പലത്തിലേക്ക് കൊടുക്കുന്ന പായസം ഉണ്ടാക്കുന്നത് ഈ പാറയിലെ ഒരിക്കലും പറ്റാത്ത ഈ ഉറവയിൽ നിന്നാണ്. കുറച്ചു നേരം ആ കാഴ്ചകൾ കാണാം. ഞങ്ങളുടെ കാരണന്മാർ പൂർണ്ണകാലം ക്ഷേത്രമായിട്ട് ഞങ്ങൾ ഇരുന്നിരുന്ന ക്ഷേത്രം ഞങ്ങൾ പൂർണ്ണകാലം ഞങ്ങളുടെ കാരണന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആചാരമാണ്. 6 മാസമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മുമ്പ് 3-ലേക്ക് മാറ്റി. അത് ഇടക്കാലം കൊണ്ടുള്ള അമ്പലപുരം വന്നപ്പോൾ അങ്ങനെ ഉത്സവം ഈ ഇടക്കാലം കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളോളം വടക്കുകളോട് അത് ഞങ്ങളുടെ ചരിത്രമാണ്. നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇത് ഇവിടെ ഉണ്ടെന്നുള്ളത് ഏറ്റുവെട്ടാലോ മറ്റാരും ഒരു ദിവസമാണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് തുറന്നു എൻ്റെ ഒരു പിൻഗാമിയെ നിർത്തി. ആ പിന്നിൻ്റെ മുമ്പ് കഴിഞ്ഞ വർഷം ഒരാളെ പൂജ ചെയ്തു. പുള്ളി അസുഖമായിട്ട് വായിച്ചു ആളെ മാറ്റി. പിന്നെ കാണിച്ചു കൊടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ കൂടെ നിന്ന്. പക്ഷെ ഞങ്ങൾ 25ഓളം വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ പ്രവർത്തനം കാര്യങ്ങളായിട്ട് വന്നതൊക്കെ വെച്ച് കണ്ട് ഈ ക്ഷേത്രം നന്നാക്കുന്നതിനെ പറ്റിയുള്ള ചടങ്ങുകളായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം കാലാകാലം വരുന്ന കമ്മിറ്റിയിലൊക്കെ തന്നെ നമ്മൾ കമ്മിറ്റിയിലുണ്ട്. ഇപ്പം സെക്രട്ടറിയാണ്. പക്ഷേ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രഗത്ഭരെ കൊണ്ടുവന്ന് ഞങ്ങൾ ആത്മംഗലം ദേവപ്രസാദം വയ്ക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് അവർക്ക് തന്നെ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 12 വർഷങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എങ്കിലും കൃത്യമായൊരു പഴക്കം പറഞ്ഞില്ല. പക്ഷേ ഇങ്ങനെ ക്ഷേത്രം നശിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഇത് കാട്ടിൻ്റെ ഉള്ളിലായത് ആദ്യം ആദിവാസി സമുദായത്തിൽപ്പെട്ട മുഴുവൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കണ്ടെത്തി വിളക്കുകയും കാര്യങ്ങളൊക്കെ വന്നുണ്ട്. അവർ വിളക്ക് വെക്കുന്ന കാര്യങ്ങൾ നടത്തുന്നു പ്രതിനിധി. അങ്ങനെ അവരുടെ ആ ശൈലി അനുസരിച്ച് കർമ്മങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഞങ്ങളൊക്കെ ഈ ക്ഷേത്രം വന്ന് കണ്ടപ്പോൾ നന്നാക്കി എടുക്കേണ്ട കടമയിൽ കടന്നു. ഞാനും SC സമുദായത്തിൽപ്പെട്ടതാണ്, മലയാളി സമുദായത്തിൽപ്പെട്ടതാണ്. ഞങ്ങളൊക്കെ കൂടിയപ്പോൾ ഈ ക്ഷേത്രം നന്നാക്കി എടുക്കണം. ഇതിൻ്റെ കല്ലുകളും പഴമകളും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇത്രയും പ്രഗത്ഭരായ ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ചൈതന്യവും എല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട ഈ ക്ഷേത്രം നന്നാക്കി എടുക്കേണ്ടത് നാടിൻ്റെയും വീട്ടിൽ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണെന്ന് നമുക്കും കൂടെ തോന്നി. അന്ന് പോലുള്ള പ്രവർത്തനമാണ്.
അങ്ങനെ ഈ ആശ്രമത്തിലെ പ്രശ്നം വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് നശിക്കപ്പെട്ട ക്ഷേത്രം എത്ര വർഷങ്ങളെന്ന് പറയാൻ പറ്റില്ല. ഇതിനൊരു പ്രാമുഖ്യമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തുന്നതിന് മുമ്പ് തന്നെ ആദിവാസികൾക്ക് ഒരു ദിനമുണ്ട്. അതായത് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ചടങ്ങാണ്. അവരുടെ പായസം നിവേദ്യമാണ് പ്രധാനപ്പെട്ട വഴിപാട്. അവർ കുടികളിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് വരുന്നു. കുടികളിലെ എന്ന് ഇതിന് പായസം നിവേദിക്കേണ്ട സങ്കല്പമായിട്ട് ഇവിടെ വരുന്നു. പായസപ്പാറ എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്നു. അപ്പോൾ അന്നേ ദിവസം ഞങ്ങൾ ക്ഷേത്രം രാവണ പൂജ നടത്തുന്ന ക്ഷേത്രമാണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതാണ് അവർക്ക് വേണ്ടി നട തുറക്കാറുണ്ട്. അങ്ങനെ നട തുറക്കുന്ന ആ ഒരു ദിവസം കുംഭമാസം 3-ാം തീയതിയായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഉത്സവം വരുന്നു. ഉത്സവത്തിൻ്റെ കൊടിയേറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് ചടങ്ങ് അങ്ങനെ ഒരു ആരംഭം കുറിക്കുമ്പോൾ ഈ ആയിട്ടാണ് കളിക്കുന്നത്. കാരണം ഇത്രയും ക്യാമ്പ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം ഇതാണ്. അവരൊരു പ്രാഗൽഭ്യമായിട്ട് ഈ ആ ദിവസം മാറ്റാൻ അവർക്ക് പറ്റില്ല. അപ്പം നമ്മൾക്ക് അസംബ്ലി ദേവപ്രശ്നം കൂടി നമ്മുടെ പ്രതിഷ്ഠയുടെ ദിനം നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഗ്യാപ്പിട്ട് ഉത്സവത്തിൻ്റെ ചടങ്ങായിട്ട് കൊടിയേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് മഹത്വം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുംഭമാസം 3-ാം തീയതി ഇവരിങ്ങനെ സങ്കല്പിച്ച് വരികയും അവർ തന്നെ നേരിട്ട് അന്ന് ഞങ്ങൾ നട തുറന്നു കഴിഞ്ഞാൽ നട തുറന്ന് മലർന്നേറ്റും പോലും കഴിക്കാറില്ല. കാരണം അത് ആദിവാസി സമുദായത്തിൻ്റെ പ്രത്യേക തനതായ പരിപാടിയിൽ അവരുടെ നിവേദ്യം മകലാണ് ഇവിടെ. 2000 വർഷം പഴക്കം കണക്കാക്കുന്ന ഈ ക്ഷേത്രം 500 വർഷം മുമ്പ് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞുള്ള പ്രളയത്തിൽ തകർന്നുപോയ ഈ ക്ഷേത്രം ഇപ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് 10-15 കൊല്ലമായിട്ടേയുള്ളൂ. പഴയ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണിതൊക്കെ. ഇതിൽ പൊട്ടിപ്പോകാത്തത് അമ്പലം പണിയുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കൂത്താട്ടുകുളം ശ്രീധരിയത്തിൻ്റെ നെല്ലിക്കെട്ട് മഹാദേവനാണ് ഈ ആന. സൂര്യകാലടി പരമേശ്വരൻ ഭട്ടതിരിപ്പാട് ആണ് പൂജ ചെയ്യുന്നത്. നക്ഷത്രം ജാതമായ അജിത്ത് നാമോദയം പാടിക്കും